ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ കുറച്ച് ചെറിയൊരു വിശേഷമൊക്കെ ഒന്ന് കണ്ടോട്ടോ. അപ്പോൾ ഇന്നിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല കലക്കി പാർന്ന അപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മലപ്പുറംകാരുടെ സ്പെഷ്യൽ, എളുപ്പമുള്ളൊരു കടിയാണ്. ഈ ഒരു ശബ്ദം കേൾക്കാൻ തന്നെ ഒരു നല്ല രസമാണല്ലോ. അപ്പോൾ കേട്ടോ, പിന്നെ നമുക്ക് ഉച്ചക്കലത്തേക്കുള്ളത് നല്ല ചോര മീൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കറി ഉണ്ടാക്കണം. പിന്നെ കേട്ടോ കപ്പയുണ്ട്, അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചായ കുടിക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിനായിട്ട് തിരിയും. അപ്പോൾ ഒരാളിവിടെ ചായക്ക് കാത്തിരിക്കുന്നുണ്ട്. മുക്കാറോ ചിന്ന കുട്ടി. അപ്പോൾ വേറെ ഒന്നല്ല കേട്ടോ, ഒന്ന് രാവിലെ എണീറ്റിട്ട് ഭയങ്കര തലവേദന ക്ഷീണമൊക്കെ പാടായിട്ട് ഒന്നിനും വെച്ചില്ല കേട്ടോ. അപ്പം ഞാൻ കടി ഉണ്ടാക്കാൻ വൈകി. അപ്പോൾ ഇതാ ചോറായിട്ടുണ്ട്. പിന്നെ അപ്പോൾ വേഗം രണ്ടപ്പം ചുട്ട് കൊടുക്കട്ടെ കേട്ടോ. കറി വേണമെന്നൊന്നുമില്ല, ഇതിങ്ങനെ ചൂടോടെ കഴിക്കാനാട്ടോ രസം. കുറച്ച് കട്ടൻ ചായ ഇട്ടെടുത്താൽ അത് ഇതിലിങ്ങനെ കഴിച്ചോളും, ചൂടോർക്കനെ കഴിച്ചോളും. കറി ഉണ്ടാക്കുമ്പോഴത്തേനും സമയം കുറയാം. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. കട്ടനും അപ്പോൾ അവിടെ പിന്നെ എന്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്യും. ഇന്നത് വേണമെന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ ജീവിച്ച് പോകണം അല്ലേ, അല്ലെങ്കിൽ എന്നോ ആട്ടി പുറത്താക്കിയിട്ടുണ്ടാവും ജീവിതങ്ങൾ ഫുഡേ. അപ്പോൾ നമുക്ക് അതൊരു സമാധാനം. ഇതാ ചുടു അപ്പം. ചിക്കൻ കറി കഴിഞ്ഞില്ല. ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നോ ചോദിക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞില്ല. ചായ ആ സ്റ്റൂണ് കൊടുന്ന് വെച്ചാൽ മതിയല്ലോ കേട്ടോ. ചൂട് കൊടുക്കാൻ അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഓണൊക്കെ ആയില്ലേ, അതെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. അപ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പറയണ്ടേ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അല്ലേ, അങ്ങനെ പറയണല്ലേ. ചായ എടുക്കും കേട്ടോ. 11 മണിയാവുന്നു. 11-12 ഇനി കറി ഉണ്ടാക്കണം. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ എന്നും ചോറ് വെക്കാറ്. അപ്പോൾ കുക്കറിൽ വെച്ചു എന്ന് വെച്ചിട്ട് നമുക്കങ്ങനെ ചോറ് നാശമായി വേഗേറി അങ്ങനത്തെ ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ വെച്ച് ഇങ്ങനെ വെക്കാൻ മതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചോറ് തന്നെ കിട്ടും. ഒരുപാട് ചിലർക്ക് കുക്കറിൽ വെച്ചാൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നേക്കാം, പക്ഷേ എനിക്ക് കുക്കറിൽ വെക്കാനാണ് കേട്ടോ അടിപൊളി. അടുപ്പത്ത് വെക്കണേലേറെ നന്നാവുക നമ്മൾ ഈ കുക്കറിൽ വെക്കണം. അപ്പോൾ കണ്ടില്ല, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച അരിയാണ് കേട്ടോ, റേഷൻ അരി അല്ല. കടയിൽ നിന്ന് നമ്മൾ സിൽക്കി പറഞ്ഞൊരു അരിയാണ് കേട്ടോ വാങ്ങാറ്. റേഷൻ അരി ഉണ്ട്, എന്നാലും റേഷൻ അരി ഞാനിതുപോലെ തന്നെയാണ് കുക്കറിൽ വെക്കാറ്. അപ്പോൾ കേട്ടോ നമ്മൾ ചോറ് കണ്ടില്ലേ, ഒരു കുഴപ്പമില്ല. നല്ല വെള്ളത്തോടെ തന്നെ വെച്ചാൽ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ വറ്റിച്ചെടുക്കരുത്. അപ്പോൾ ഞാനിതെങ്ങനെ ഊറ്റണമെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുക്കറിന് വാഷർ മാറ്റിയെടുക്കും കേട്ടോ. എന്നിട്ട് അതേപോലെ അടച്ചിട്ട് കമഴ്ത്തി വെച്ചാൽ മതി. ഒരു പാത്രം വേറെ വെക്കണം കേട്ടോ. അതുപോലെ അടച്ചിട്ട് വേറൊരു പാത്രത്തിൽ കമഴ്ത്തി വെക്കുക ചെയ്യണം കേട്ടോ. വെയിറ്റ് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. അപ്പോൾ കേട്ടോ ഈ പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഞാനിവിടെ വയ്ക്കുക. എന്നിട്ട് ഇത് മെല്ലെ കമഴ്ത്തി കൊടുക്കുക.
കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിൽക്കാതെ നമ്മൾ ചോറ് സൂപ്പറായിട്ട് വെക്കാം. വേവേറിയിട്ടോ ഒന്നുമില്ല കേട്ടോ, നല്ല പാകത്തെ വേവായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുക്കറിൽ ചോറ് വെക്കാൻ പേടിയുള്ളവർ ഇനി പേടിക്കണ്ട, ഇതുപോലെ നല്ലതാണ്. ഇതിൽ ഞാൻ 3 ഗ്ലാസ് അരിയാണ് ഇട്ടിട്ടുള്ളത്. 3 ഗ്ലാസ് അരി ഇട്ടിട്ട് നമ്മൾ ഫുള്ളായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒറ്റ വിസിൽ അരിക്കനുസരിച്ചിട്ടാവും കേട്ടോ. ചിലപ്പോൾ കുറുവരി ജയരിയൊക്കെ ആകുമ്പോൾ കുറച്ച് വേണ്ട, അപ്പോൾ 2 വിസിലോ 3 വിസിലിടുക. റേഷനരി ആണെങ്കിൽ വിസിൽ വരുന്ന വേണ്ട, ആ ഒരു ശബ്ദം കേൾക്കില്ലേ, അപ്പോൾ നമ്മളത് ഓഫാക്കി വെച്ചിട്ട് ഇതുപോലെ വെള്ളം വാർത്ത് കളഞ്ഞാൽ നല്ല അടിപൊളി ചോറാക്കി കിട്ടും കേട്ടോ. കുക്കറിൽ വെച്ചതാണെന്ന് തന്നെ പറയില്ല, അടുപ്പിൽ വെച്ചതാണെന്ന് തന്നെ പറയുള്ളൂ. നല്ല വിട്ടുള്ളൊരു റൈസാവും. ഞാനിത് ഊറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ മീനും പിന്നെ കപ്പയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ, നമുക്ക് എന്നിട്ടത് വെക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ മീനെല്ലാം ഇതാട്ടോ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് തല ഇട്ടിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. പിന്നെ കുറച്ച് പൊരിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയ മോന് പിന്നെ കറി ഇഷ്ടമല്ല, അങ്ങനെ അവനും പൊരിക്കണം കേട്ടോ. പിന്നെ നല്ല കപ്പയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതുപോലെ ഇതാ മീൻ കറിക്കുള്ള ഇഞ്ചിയും പച്ചമുളകും തക്കാളി ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീൻ കറി വെക്കണമെന്നൊന്നും വീഡിയോ എടുക്കണില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ മീൻ കറി വെക്കാൻ അറിയാത്തവരൊന്നും അല്ല എല്ലാവരും, അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മൺചട്ടിയിലാണ് വെക്കുന്നത്. കുറേ ദിവസമായി മൺചട്ടി ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും മീൻ കറി വെക്കുമ്പോൾ കുറച്ച് മൺചട്ടിയിലല്ലേ അത് ഭംഗി കാണാൻ ലുക്ക് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഞാൻ കറി വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കേട്ടോ, ചോറ് ഒരു ശകലം വെള്ളമില്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് ചോറ് റെഡി ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ വെക്കാൻ അറിയാത്തവർ ഇങ്ങനെ വെച്ചോക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഉഷാറായിട്ട് തന്നെ കിട്ടുക. ഒട്ടിപ്പിടിക്കലോ ഒന്നുമില്ല, ഒന്നിൽ കൊണ്ട് ഒട്ടിപ്പിടിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുക്കറിൽ ചോറ് വെക്കാനും പേടിയുള്ളവർ ഇതുപോലെ വെച്ചോളൂ. ഒറ്റ ഇതുകൊണ്ട് പേടിക്കണ്ട, നല്ല ഉഷാറായിട്ട് തന്നെ ചോറ് റെഡി ആയിട്ട് പോകും. നമ്മൾ അടുപ്പത്ത് വെച്ച ചോറ് പോലെ തന്നെയാണ് കേട്ടോ ആവുക. ഓക്കെ, അപ്പോൾ ഞാനെന്തായാലും കറി വെക്കട്ടെ. ചട്ടി പുകയിലെടുത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി തലക്കറി, നല്ല മുളകും പുളിയും എരിവും ഒക്കെ ഉള്ള ഒരു കറി കേട്ടോ. അപ്പോൾ ഇനി കപ്പ ഒന്ന് വെന്തിട്ടുണ്ട്, ഒന്ന് വിസിൽ പോകണം കേട്ടോ. വിസിൽ പോയിട്ട് നമുക്ക് അതെടുത്തിട്ട് ഒന്ന് കടുകറുത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇത് കപ്പയ്ക്ക് ഇടാനുള്ള കുറച്ച് തേങ്ങയും പച്ചമുളകും ചതച്ചതാണ്. പിന്നെ ഇത് നമ്മൾ മീൻ വറുക്കാനുള്ളേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതായത് മസാല തേച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗമാക്കിയിട്ട് ഞാൻ വേഗം ഒന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. ഇത് നമുക്ക് ബാക്കി വിശേഷം കാണാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കപ്പ അവിടെ റെഡിയാക്കി കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിരുന്നു കേട്ടോ. കടുകും കാണാൻ മാത്രമല്ല, കുറച്ചുണ്ടായിരുന്നു, 2-3 കടുക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത് കാണുന്നില്ല. പിന്നെ ഇതാ മീൻ ഇപ്പോഴൊക്കെ മാത്രം കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഇനി ബാക്കി നമ്മൾ വൈകുന്നേരത്തൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. നല്ല അടിപൊളി ചോറും മീൻകറിയും തലക്കറി. രാസീൻ വായോ. എനിക്ക് പിന്നെ കപ്പ ഉണ്ടെങ്കിൽ അങ്ങനെ ചോറ് വേണമെന്നില്ല കേട്ടോ. അത് കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പൊരിച്ച മീൻ എനിക്ക് വേണ്ട കേട്ടോ, എനിക്കിഷ്ടമാണ്. അപ്പോൾ ചോറ് കഴിക്കാം അല്ലേ. നല്ല അടിപൊളി കപ്പയും മീൻ കറി കിട്ടിയിട്ട് പുളിയൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. നല്ല വിശപ്പ്, വേഗം ചോറ് കഴിക്കാം. നല്ല രസമുണ്ട്. ഞാൻ വെച്ചതൊന്ന് രസമുണ്ടെന്ന് പറയുന്നത് കാര്യമായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല രീതിയിൽ കാണുന്നത് ഇഷ്ടമുള്ള